ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. നമ്മൾ ഈ കാണുന്ന പുഴ അഞ്ചരക്കണ്ടി പുഴ ഒഴുകി കടലിനോട് ചേരുന്ന ഭാഗമാണ്. ഇതാണ് ധർമ്മടം. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ധർമ്മടം എന്ന പ്രദേശം. ധർമ്മടത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധർമ്മടം ബീച്ച് തന്നെയാണ്. ധർമ്മടം ബീച്ചിലെ ധർമ്മടം തുരുത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ട് നല്ല തിരക്കാണ്. ഒരുപാട് വാഹനങ്ങൾ അവിടെ നിർത്തിവെച്ചിരിക്കുന്നത് കാണാം. ഇത് നമ്മൾ പോകുന്നത് ധർമ്മടം ബീച്ചിലെ തന്നെ ധർമ്മടം പാർക്കിലേക്കാണ്. ആ പാർക്ക് വഴിയാണ് നമ്മൾ തുരുത്തിലേക്ക് പോകുന്നത്. അതിമനോഹരമായ ഒരു പാർക്കാണ് ബീച്ചിനോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. പാർക്കിൻ്റെ മുൻവശത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മഴക്കാലമായതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ കുറവാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് നാട്ടുകാരുടെ തിരക്കാണ് കൂടുതൽ. എന്തൊരു ഭംഗിയായി ശില്പമൊക്കെ കാണാൻ അല്ലേ. പാർക്കിലേക്ക് ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ അവിടെ കാണുന്നുണ്ട്. എൻട്രൻസ് ഫീസ് എടുക്കേണ്ടി വരും. ഞാൻ ഒരുപാട് കാലമായി ഈ പാർക്കിലേക്കും ബീച്ചിലേക്കുമൊക്കെ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുതിയ സിസ്റ്റം എന്താണെന്ന് അറിയില്ല. ധർമ്മടം ബീച്ച് ടൂറിസം സെൻറ്റർ. കുട്ടികൾക്ക് 5 രൂപ, മുതിർന്നവർക്ക് 10 രൂപ. നമ്മൾ കയറി വരുമ്പോൾ പാർക്കിൻ്റെ ആദ്യത്തെ ഒരു കാഴ്ചയാണിത്. പാർക്കിന് നടുവിൽ ചെറിയ കുളം പോലെയൊക്കെ കാണുന്നുണ്ട്. കാറ്റാടി മരങ്ങൾ അവിടെയായി കാണാം. ഇവിടെ ഒരുപാട് കാറ്റാടി മരങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ പണ്ട് ഞാൻ വന്നപ്പോൾ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ കടൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു കുട്ടി കളിക്കുന്നത് കണ്ടോ? തവളയുടെ നാവിലൂടെയാണ് ചാട്ടം. ഒറ്റയ്ക്ക് അവൾ കളി നല്ലവണ്ണം ആസ്വദിക്കുന്നുണ്ട്. കുട്ടികളുടെ ആ ഒരു സന്തോഷം കാണാൻ തന്നെ നല്ല രസമാണല്ലേ. അതാ വേറൊരു സ്ഥലത്ത് കുട്ടികൾ ഹെലികോപ്റ്റർ പറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ആരാ ഇതിൻ്റെ പൈലറ്റ്? ഇവനാണോ? മോളാണോ? അല്ല അല്ലേ. ഹെലികോപ്റ്റർ അത്ര പോരാ എന്നാണ് കുട്ടികൾ പറയുന്നത്. നമ്മൾ തുരുത്തിലേക്കുള്ള യാത്രയിലാണ്. അതിനിടയ്ക്കുള്ള ഒരു കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. പാർക്ക് കടന്നിട്ട് തുരുത്തിൽ പോകുന്നതാണ് എളുപ്പവഴി. അതുകൊണ്ടാണ് ഈ വഴി വന്നത്. കുട്ടികൾക്ക് കളിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. പണ്ട് കാലത്ത് നമ്മളൊക്കെ കളിച്ചിരുന്നത് പോലെയല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ. അവർക്ക് കളിക്കാൻ ഒരു പ്രത്യേക സ്ഥലം തന്നെ വേണമല്ലോ. നമ്മളൊക്കെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും മാവിൻ്റെ ചുവട്ടിലുമൊക്കെ ആയിരുന്നല്ലോ കളിച്ചിരുന്നത്. ഇത് കണ്ടോ? ഒരുപാട് ചെറിയ മക്കൾക്കുള്ള ഒരു കളിസ്ഥലമാണിത്. ഇവിടെ ഇപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങുന്നതേയുള്ളൂ. ഈ ധർമ്മടം തുരുത്തിലേക്ക് കുട്ടികളെയും കൊണ്ടുവരുന്നവർക്ക് ഈ പാർക്ക് ഒരു നല്ല ഒരു കളിസ്ഥലം തന്നെയാണ്. ബീച്ചിലേക്ക് പോകേണ്ടവർക്ക് ബീച്ചിലേക്കും പോകാം. കുട്ടികളെയും കൊണ്ട് കളിക്കേണ്ടവർക്ക് ഇവിടെ ഇരുന്ന് കുട്ടികളെയും കളിപ്പിക്കാം. പക്ഷേ ഓരോ കളിസ്ഥലത്തും എൻട്രൻസ് ഫീസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇത് കണ്ടോ, ചെറിയ മക്കളുടെ തോണി യാത്ര. എന്തൊരു രസമാണ് കാണാൻ അല്ലേ. വെക്കേഷൻ സമയമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നത്. അല്ലാത്ത സമയത്ത് ഇവിടെയൊക്കെ ശൂന്യമായിരിക്കും. കുട്ടികളുടെ സന്തോഷമാണല്ലോ ഓരോ മാതാപിതാക്കളുടെയും സന്തോഷം. ഹാ, രണ്ടുപേരും നല്ലവണ്ണം ഊഞ്ഞാലാടുന്നുണ്ടല്ലോ. ഐ ലവ് ധർമ്മടം ഐലാൻഡ്. ധർമ്മടത്ത് വരുന്നവർക്ക് ഇതൊക്കെ നല്ലൊരു കാഴ്ചയാണ്. ഞാൻ ഇവിടെ ഒരുപാട് കാലമായി വരാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ബീച്ച് ഇത്ര മനോഹരമാക്കി എന്നുള്ളത് എനിക്ക് കണ്ടിട്ട് സന്തോഷം തോന്നി. നമ്മുടെ നാട്ടുകാർക്കാണ് ഇതുകൊണ്ട് ഏറ്റവും പ്രയോജനമുള്ളത് എന്ന് എനിക്ക് തോന്നി. വൈകുന്നേരങ്ങളിൽ കുട്ടികളെയും കൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടം. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിലെ തന്നെ മനോഹരമായ ഒരു പാർക്ക് നമുക്ക് കാണുവാൻ സാധിച്ചു. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ധർമ്മടം തുരുത്ത് ഒന്ന് കാണാം. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും.